ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിസിനസ് ഡ്രീം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിന്ന് ഹോൾസെയിലായിട്ട് കോഴിക്കോട് പോയി ഫിഷിനെ വാങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് മനസ്സിലാവും ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ എത്രയാണ്, അതേപോലെ റീറ്റെയിലായിട്ട് വാങ്ങുമ്പോൾ പ്രൈസ് എത്രയാണ്. ഫിക്സ് ഒന്നല്ല, പിന്നെ ജസ്റ്റ് ഒരു 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 ഇതില്ലേ, ഒരു ഹോബിക്ക് വാങ്ങുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഷോപ്പ്. ജസ്റ്റ് ഒരു പരസ്യം കൂടെ കൊടുക്കുകയാണ്. ഇതിപ്പോൾ മിറർ ഇമേജ് ആണ്, അബ്രോഡ് ജോബ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലി നോക്കുന്നുണ്ടെങ്കിൽ, യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ വരാം. താമരശ്ശേരി മാർബൽ ടവർ ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു പരസ്യമാണ്, കടയിൽ കടന്നു പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് കോഴിക്കോട് എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ചാനൽ കാണുന്ന ആൾക്കാരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോടേക്ക്. അപ്പോൾ 50 കിലോമീറ്റർ ദൂരെ നിന്നാണ് നമ്മൾ ഈ കളർ മീനിനെ, ഫിഷിനെ വാങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും പറയുന്നുണ്ട് ചത്തു പോകുന്നുണ്ടെന്നൊക്കെ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഹോബിക്ക് വാങ്ങുകയാണ്, അല്ലാതെ കച്ചവടത്തിനൊന്നും അല്ല, ജസ്റ്റ് ഒരു ഹോബിക്ക്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തിയാൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങളിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് സിറ്റിയിലാണ്. സോ വലിയ ട്രാഫിക്കൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. സോ കോഴിക്കോട് എത്തിയപ്പോഴാണ് ഞങ്ങൾ ബാക്കിയുള്ള കോഴിക്കോട് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ തീരുമാനിച്ചത്. സോ ഗൈസ്, ഞങ്ങളപ്പോൾ ഫസ്റ്റ് തന്നെ ബീച്ചിലോട്ട് പോയി. സോ കോഴിക്കോട് എത്തുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മലയോര പ്രദേശത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ അതേപോലെയാണ്. സോ ഇത് പണ്ടത്തെ പോലെ ഒന്നല്ല, ഒന്നും കൂടെ ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒക്കെ പല ആൾക്കാരും വിചാരിക്കും ഒരു പുരാതന സ്ഥലമാണെന്ന്. ഒരിക്കലുമല്ല, ഇത് അവർ പുതുതായിട്ട് കെട്ടിപ്പടുത്ത ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ല, ഇപ്പോൾ ഒന്നും കൂടെ മനോഹരമായിട്ടുണ്ട്. മനോഹരം എന്നൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി പറയാം കേട്ടോ, ശരിക്കും അങ്ങനെ പറയലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ പണ്ടൊക്കെ ബീച്ചിൽ ഈ സംഭവം ഉണ്ടായിരുന്നു, ഈ ഉപ്പിലിട്ട സംഭവങ്ങൾ, ഇതല്ലേ, മാങ്ങ, കൈതച്ചക്ക, ഇതേപോലുള്ള. ഞങ്ങൾ അതിറ്റാ ജസ്റ്റ് ഒന്ന് തപ്പി ഇറങ്ങി. പക്ഷേ ബീച്ചിൽ ഇപ്പോൾ അത് വിൽക്കുന്നില്ല. പക്ഷേ അതിൻ്റെ മൂലയ്ക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് സാധനം കിട്ടുമോ നോക്കുക. ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് പറയും, എന്താ വണ്ടിയ പറയും. ശംഖ് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് വണ്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് ഇവിടെ കുത്തിയിരുന്ന് അങ്ങ് തിന്നാം. ഐഡിയ കുഴപ്പമില്ല. ഇതാ ഇയാളിപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ ചുരണ്ടി ഐസ്. അത് ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിലും കുറേ ആൾക്കാർ വാങ്ങി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവർ ആദ്യം ഐസ് ഇങ്ങനെ ചിരണ്ടി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്കിതേപോലെ എന്താ പറയുക, ഈ സുർക്കയിൽ മധുരമുള്ള ഐറ്റംസും ഉണ്ടാവും, അതേപോലെ എരിവുള്ള ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് പല ആൾക്കാരും സാധനം എടുക്കുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ വാങ്ങി കുടിക്കുന്നത് കാണാറുണ്ട്. ഏകദേശം 20 റുപ്പീസ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ചുരണ്ടി ഐസിന്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നമ്മളൊന്ന് പൊട്ടന്മാരാക്കുകയാണെന്നാണ്. പക്ഷേ 20 റുപ്യല്ലേ സംഭവം, നമുക്ക് വേണ്ട ബ്രാൻഡല്ലേ, അല്ലാണ്ട് ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി അല്ലല്ലോ, ബ്രാൻഡാണ്. ഓക്കെ, കുടിക്കുന്ന കാണുന്ന ആൾക്കാർ നമ്മളെ പറ്റി എന്തെങ്കിലും ഒന്ന് വിചാരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, നോക്കാം. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനത് കുടിച്ചു. പക്ഷേ അത് ആളെ പറ്റിച്ച തന്നെയാണ്. ഇത് കൂടുതൽ ഐസ് മാത്രമാണുള്ളത്. തണുത്ത വെള്ളം കുടിച്ചാൽ മതിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് സാധാരണ ഒരു ഫിഷ് മാർക്കറ്റിലോട്ടാണ്. ഇത് കളർ മീനല്ല കേട്ടോ, നമ്മുടെ ഈ കടലിൽ നിന്ന് പിടിക്കുന്ന മീനില്ലേ, കഴിക്കുന്ന മീനില്ലേ, അതാണ്. ഫിഷ് മാർക്കറ്റിൽ സാധാരണ ഫിഷിന് വില കുറവാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് പോയി വാങ്ങുന്നത് വളരെ ഇമ്പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം മറ്റൊന്നുമല്ല, ഭയങ്കര നാറ്റാണ് ഈ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്.
അതിപ്പോൾ നാറ്റം സഹിക്കാതെ ആരും ഫിഷ് വാങ്ങാൻ പോവുകയില്ലല്ലോ, ആ ഒരു ലെവലിലാണ്. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ചിരി വരുന്നുണ്ടാവും, ഇവരെന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ വീഡിയോ ചെയ്യുന്നത്, നമ്മൾ സ്ഥിരം കാണുന്നതല്ലേന്ന്. ഞങ്ങളിപ്പോൾ മലയോര പ്രദേശമാണ്, സോ ബീച്ചിലൂടെയുള്ള കാഴ്ചകളൊക്കെ വളരെ കുറവാണ്. ഇതേപോലെ ഫിഷൊക്കെ ഇങ്ങനെ കാണുന്നത് ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഷോപ്പിൽ ഇങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചേ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഗൈസ് ഇവിടെ ലേലം വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടത് എന്താ പറയുക, ഈ മണിച്ചേട്ടൻ്റെ ഒരു ഫിലിമുണ്ട്, അതേപോലെ മമ്മൂക്കയുടെ ഒരു സിനിമ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 3000 വിളിക്കുകയാണെങ്കിൽ ആൾക്കാർ വിളിച്ച് ഒരു 15,000 ഒക്കെ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര കോമഡിയാണ്. എനിക്ക് തോന്നുന്നത് 2000, 2500 ഇതിൽ തന്നെ 50, 100 ഇതൊക്കെയാണ് കൂട്ടി വിളിക്കുന്നത്. സോ റിയാലിറ്റി ഇപ്പോഴാണ് മനസ്സിലായത്. സാധാരണയാണെങ്കിൽ നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്നത് 1000 വിളിക്കുകയാണെങ്കിൽ 3000 ഒക്കെ ആയിരിക്കും അടുത്ത ലേലം വിളി ഉണ്ടാവുക. പക്ഷേ ഇവിടെ 1200, 1250 ഇങ്ങനെ തന്നെയാണ്. അതിപ്പോൾ സാധാരണ ആൾക്കാരല്ലേ, അപ്പോൾ പ്രോഫിറ്റും കൂടെ നോക്കിയിട്ടേ ലേലം വിളിക്കാറുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ ഭയങ്കര പരുന്ത്, കാക്ക, ഇതിൻ്റെ ശല്യം നല്ലപോലെ ഉണ്ട്. ശല്യം എന്ന് പറയാൻ പറ്റില്ല, അവരവരുടെ ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കുകയാണ്. അവിടെ ഈ കടലിൽ നിന്ന് ഫിഷിനെ പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര വെയിലാട്ടോ ഇവിടെ, സഹിക്കാനാവില്ല. പക്ഷേ ഈ വെയിലിൽ തന്നെയാണ് കുറേ ആൾക്കാർ ഇവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വലിയൊരു ഇത് തോന്നൂല. പിന്നെ ഇവിടെ ഇപ്പോൾ എങ്ങനെ സാധാരണ ഈ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ, ഈ മലയോര പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ ലേലം വിളിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയോട് അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവർ എങ്ങനെ വൈകുന്നേരത്തെ കച്ചവടക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ 2 കൊട്ടല്ല അല്ലേ, വേറെന്തോ ആണല്ലോ, വല ആണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു കൊട്ട തന്നെ. ഇതിന് ഇയാൾ ഏകദേശം ഒരു 450, 500 ആ റേഞ്ചിലാണ് വില പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ഫസ്റ്റ് തന്നെ ലേലം വിളിക്കുന്നത് 200, 250. പതുക്കാണ് കൂടി വരിക. പിന്നെ ആ ബക്കറ്റ് കണ്ടോ, ആ ബക്കറ്റിലേക്ക് ജസ്റ്റ് ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ഫിഷ് കംപ്ലീറ്റ് നമുക്ക് കിട്ടും. കംപ്ലീറ്റ് ചാള തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള പ്രൈസ് അല്ല നമ്മൾ നേരത്തെ മുകളിൽ കണ്ടത്, രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ആദ്യം തന്നെ ഇവിടെ വന്ന് ലേലം വിളിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കുറവിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇവരെ ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ ഫിഷിനെടുത്ത് മാറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് സംഭവം ഡയറക്റ്റ് നേരിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ആ സൈഡിൽ കൂടെ കാണുന്ന ആ കൊട്ട കണ്ടോ, പച്ച, കറുപ്പ്, അതേപോലെ നീല, ഒരു കൊട്ട കംപ്ലീറ്റ് ഈ സ്ഥാനത്ത് മീൻ എന്താ പറയുക, അയിലേ ആ സാധനം ഉണ്ടാവും. ആ കൊട്ട നിറച്ച് ഒരു അയില നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഏകദേശം 2500, 2000 കിട്ടാൻ ചാൻസ് ഉണ്ട്. എറൗണ്ട് അവർ എത്രയാണ് വില പറയുന്നത്. ഇതിപ്പോൾ ആരും വാങ്ങിയില്ലെങ്കിൽ ഓല് തന്നെ വില കുറയ്ക്കും. ഇതാ അവിടെ ഒരു കൊട്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഇതാ ഈ കൊട്ടയ്ക്കാണ് ഏകദേശം 2000, 2500 ആ റേഞ്ചിൽ വില പറയുന്നത്. എന്നാലും വില വർത്താനം ഭയങ്കര കേട്ടോ. എന്തായാലും ഞങ്ങൾ ഫിഷൊന്നും വാങ്ങിയില്ല, കൊണ്ടുപോകാനാകില്ല, എങ്ങനെ ആൾക്കാരെ മുന്നിൽ കൂടി പോവുക. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഷവർമാണ് കഴിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ അത് തന്നെയാണ്. ഒരു 2 കുപ്പി വെള്ളവും വാങ്ങിക്കുക, 2 ടൈപ്പിലുള്ള, രണ്ടും പോക്കാണ്. പിന്നെ ഷവർമായനെ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ ഇനി നമ്മളെ ലാസ്റ്റ് പരിപാടിയാണ് ഫിഷിനെ വാങ്ങുക, കളർ മീനെ വാങ്ങുക. സോ ഞാനിപ്പോൾ പോകുന്നത് ഗപ്പീൻ്റെ അടുത്താണ്. പുതിയ സ്റ്റാൻഡ്, ഇപ്പോൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്, ഗപ്പി. ഇവിടെ നമുക്ക് കുറേ വെറൈറ്റി ഫിഷസിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് ഇപ്പോൾ ഒരു 4-5 രൂപ മുതൽ ഒരു 40-45 രൂപ വരെ ഹോൾസെയിലായിട്ട് നമുക്ക് റേറ്റ് കിട്ടുന്നുണ്ട്. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 800, ഒരു 1000 രൂപയുടെ ബില്ലുണ്ടായാൽ മതി.
പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ കാർപ്പ്, ഇത് കാർപ്പാണ്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 8 രൂപയാണ് ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് 16, 22 ഈ ഒരു റേറ്റിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരിക്കലും അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. സോ കോഴിക്കോട് തന്നെ ഇഷ്ടംപോലെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. ഞാനിവിടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞാനും ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഏകദേശം ഒരു 410 രൂപ മാത്രമേ എക്സ്പെൻസ് വന്നിട്ടുള്ളൂ. ഇത് ഹോൾസെയിൽ റേറ്റ് ആണ്. പക്ഷേ ഇത് ഹോൾസെയിൽ 400 രൂപക്കൊന്നും അവർ ഹോൾസെയിൽ തരില്ല. ഏകദേശം ഒരു 1000 രൂപയൊക്കെ ആവും. പക്ഷേ അത് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത് പോലെ ഉണ്ടാവും, അത്രേ ഉണ്ടാവും. പിന്നെ ഇത് ഏകദേശം ഒരു 40 എണ്ണം ഉണ്ട് ഇപ്പോൾ. പിന്നെ 2 വലിയ ഫിഷസിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഹോബിക്ക് വേണ്ടി വാങ്ങുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വെറുതെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കോഴിക്കോട് നിന്ന് പോവുകയാണ്. ഏകദേശം വീട്ടിലോട്ട് 50 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് നോക്കാം ഇതിൽ എത്രത്തോളം ബാക്കിയുണ്ടെന്ന്. കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജ് വരെ അടിപൊളിയാണ്. ഒരൊറ്റ വിടല്ല, കംപ്ലീറ്റ് വൺവേയാണ്. ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. എല്ലാം ബാക്കിയായിട്ടുണ്ട്, ഒറ്റൊന്നും ചത്തുപോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കുളമൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ മാട്രസ് വാങ്ങിയപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു പ്ലാസ്റ്റിക്കാണ്, അത് വിരിച്ചൊരു കുളം പോലെ ആക്കി, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇടുന്നതിന് എന്തോ ഒരു വശം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് ആയിട്ട് കയറ്റി ഇട്ടു, അത്രയേ ഉള്ളൂ. കംപ്ലീറ്റ് കണ്ടില്ലേ, ഒരു മൂലയ്ക്ക് തന്നെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.